പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാത്തത് ലീഗുകാർക്കാണ്. ഈ പറഞ്ഞത് തവനൂർ MLA KT ജലീലാണ്. ജലീൽ പറയാൻ ഒരു കാരണമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ വടകരയിലെ UDFിൻ്റെ പ്രചാരണമാണ് പ്രധാനപ്പെട്ട വിഷയം. വടകരയിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലായിരുന്നു. ഷാഫി പറമ്പിലിന് വേണ്ടി വർക്ക് ചെയ്തത് മൊത്തം കോൺഗ്രസ്സുകാരേക്കാൾ വർക്ക് ചെയ്തത് മൊത്തം ലീഗുകാരാണ്. ലീഗുകാരുടെ പ്രചാരണം ഇച്ചിരി കടന്നുപോയെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതൊരു വർഗീയമായ രീതിയിലും പിന്നെ ടീച്ചർക്കെതിരായിട്ടുള്ള വ്യാജമായിട്ടുള്ള അധിക്ഷേപ രീതിയിലോട്ടും അത് മാറിയിരുന്നു. അത് ഇലക്ഷന് ശേഷം വ്യക്തമായിട്ട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഷാഫിക്ക് വരെ പരസ്യമായിട്ട് രംഗത്തിറങ്ങേണ്ടി വരുന്നു. പക്ഷേ ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഇതിന് നെഗറ്റീവ് സ്വഭാവം മനസ്സിലായപ്പോഴത്തേക്കും ലീഗ് പിന്നെ കള്ളത്തരവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വടക്കൻ മലബാറിലെ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള KM ഷാജി ഇതിൻ്റെ ഭാഗമായിട്ട് പബ്ലിക്കായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായീകരണമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഇപ്പോൾ KT ജലീൽ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല KM ഷാജി പറഞ്ഞതിനെ വ്യക്തമായിട്ട് തെളിവ് സഹിതം അദ്ദേഹം പൊളിച്ചെടുക്കുന്നുമുണ്ട്. അതിൽ KT ജലീൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കുറിപ്പിനൊപ്പം തന്നെ ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് KM ഷാജി ഇതിനെ ന്യായീകരിക്കുന്നതാണ്. അതിനുശേഷം അറ്റാച്ച് ചെയ്തിട്ട് KM ഷാജിയുടെ ഈ ന്യായീകരണത്തെ അതിവിദഗ്ധമായിട്ട് പൊളിച്ചെടുക്കുന്ന മറ്റൊരു വീഡിയോ കൂടിയുണ്ട്. അതെന്ന് വെച്ചാൽ ലീഗിൻ്റെ ഒരു നേതാവ് ജലീലിനെ കുറിച്ചും പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ചാണ്. നമുക്കെന്തായാലും ആദ്യം ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. അതിനകത്ത് ജലീൽ പറയുന്നത് ഇങ്ങനെയാണ്: പച്ചക്കള്ളം തട്ടിവിടാൻ എൻ്റെ ലീഗ് സുഹൃത്തുക്കൾക്ക് യാതൊരു മടിയുമില്ല. നമ്മൾ പറയാത്തത് പറഞ്ഞുവെന്നും എഴുതാത്തത് എഴുതിയെന്നും സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ശീലവും എൻ്റെ പഴയ സഹപ്രവർത്തകരിൽ വിപുലമാണ്. എല്ലാ നല്ല മനുഷ്യരും സ്വർഗ അവകാശികളാകണമെന്ന് ആർക്കും ആഗ്രഹിക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല. അതേസമയം ഒരാൾ നരകത്തിലാവണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അത് തെറ്റാണ്. മഹാത്മാഗാന്ധി, മദർ തെരേസയും മൗലാന മുഹമ്മദ് അലിയും AKGയുമെല്ലാമുള്ള സ്വർഗമാണ് എനിക്കിഷ്ടമെന്ന് ഫേസ്ബുക്കിൽ ഞാൻ എഴുതിയതിനെ വക്രീകരിച്ച് AKGയും EMSും ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്നാക്കി വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ലീഗുകാർ പ്രചരിപ്പിച്ചത് വിശ്വസിച്ച് എന്നെ കാഫറാക്കുകയാണ് ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ കല്ലായി ചെയ്യുന്നത്. ഇലക്ഷൻ ജയിക്കാനും എതിരാളികളെ മുസ്ലിം സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും കാഫിർ, മതനിഷേധി, മുർത്തദ്, മതപരിത്യാഗി, മുഷ്രിഖ്, ബഹുദൈവ ആരാധകൻ എന്നീ വാക്കുകളൊക്കെ ലീഗ് സഹോദരന്മാർ തരാതരം പോലെ ഉപയോഗിക്കുന്നത് പതിവാണ്. മുസ്ലിം ലീഗുകാർ രണ്ടായപ്പോൾ അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തകരും നേതാക്കളും വിളിച്ചത് വിമത ലീഗ് എന്നാണ്, ശത്രു ലീഗ് എന്നാണ്. മതമുള്ളവർക്ക് ചേരാൻ പറ്റാത്ത പാർട്ടി എന്ന അർത്ഥത്തിലാണ് പ്രസ്തുത പ്രയോഗം അക്കാലത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഇസ്ലാമിക ദർശനവുമായി ബന്ധപ്പെട്ട് പദപ്രയോഗങ്ങൾ ലീഗിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ വ്യാപകമായി മുമ്പും ഇപ്പോഴും ലീഗ് സ്നേഹിതന്മാർ പ്രയോഗിക്കാറുണ്ട്. ഇല്ലാത്തത് ഞാൻ പറഞ്ഞു എന്ന് വരുത്തി എന്നെ കാഫറാക്കിയവർക്ക് ശൈല ടീച്ചറെ കാഫറെന്ന് വിളിക്കാനും പ്രചരിപ്പിക്കാനും ഒരു മടിയും ഉണ്ടാവില്ല. താഴെ കൊടുത്ത വീഡിയോ നിർബന്ധമായും കാണണമെന്ന് പറഞ്ഞാണ് അതിൻ്റെ കുറിപ്പ്. നമുക്ക് അതിനുശേഷം ഇനി KM ഷാജി പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. വീഡിയോ കാണിക്കണം നിർവാഹമില്ല, തൽക്കാലത്തേക്ക് ഓടി കേൾക്കാം. KM ഷാജിയുടെ വാക്കുകൾ എന്തായാലും ആ ശബ്ദം എന്തായാലും ആർക്കാലും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഓടി നമുക്കൊന്ന് കേൾക്കാം. അതിൽ ഷാജി പറയുന്നത് ഇങ്ങനെയാണ്: എഴുത്തും വായനക്കുള്ള ആളുകളല്ലേ, നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിൽ വന്നിട്ടുള്ള നാടകങ്ങൾ, സിനിമകൾ ഒക്കെ ലെഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളിലാണ് ഈ കാഫർ എന്ന് പറയുന്ന വിളിയുള്ളത്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു വയലിൽ എത്രയോ വയലുകൾ നടക്കുന്നുണ്ട്, മതപ്രബോധനങ്ങൾ നടക്കുന്നുണ്ട്, പ്രസംഗങ്ങളുണ്ട്. അതിലൊരു വിശ്വാസി അത്തരത്തിലുള്ള പ്രയോഗം നടത്തിയത് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾ കേട്ടിട്ടില്ല. ഇത് ഏറ്റവും മിനിമം CPMകാർ കരീമിനോടൊന്നും അല്ലാത്ത മുസ്ലിങ്ങളും അതിനകത്ത് ഉണ്ടാവും പെട്ടുപോയ ഏതെങ്കിലുമൊക്കെ. പിന്നെ ഉമർ ഫൈസിനെ പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും, എന്ത് അങ്ങനെ പറയലില്ല മുസ്ലിങ്ങൾ, അങ്ങനെ പറയലില്ല മുസ്ലിങ്ങളെന്ന്. അതാണ് അദ്ദേഹം പറയുന്നത്. കാഫർ എന്ന വേർഡ് സാധാരണ മുസ്ലിങ്ങൾ ഉപയോഗിക്കാറില്ല. അത് ഇടതുപക്ഷ നവോത്ഥാനം കൊണ്ടുവന്ന സിനിമകളും ചേർന്ന് കൊണ്ടുവന്ന വാക്കാണ്. അങ്ങനത്തെ സാധാരണ മുസ്ലിങ്ങൾ ഉപയോഗിക്കാറില്ല എന്നാണ് KM ഷാജി പറഞ്ഞത്. പക്ഷേ അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് അബ്ദുറഹ്മാൻ കല്ലായിയുടെ ലീഗിൻ്റെ വടക്കൻ മലബാറിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുള്ള അബ്ദുറഹ്മാൻ കല്ലായി പ്രസംഗിക്കുന്നതാണ്. അതിനകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലീഗുകാർ ആരും ഉപയോഗിക്കുന്നില്ലെന്ന് KM ഷാജി പറഞ്ഞ ആ വാക്ക് എങ്ങനെയാണ് ലീഗിൻ്റെ നേതാവ് തന്നെ ഉപയോഗിക്കുന്നത്? നമുക്ക് ആ ശബ്ദശകലം കൂടി കേൾക്കാം. ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളില്ല ഹൈന്ദവ രക്തം, ഞങ്ങൾ ഇന്ന സലാത്തി വനസുഖിയോ വഹിയായ ഉമാത്തിലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പ്രതിജ്ഞയ്ക്ക് എതിരാത്. അങ്ങനെ പറഞ്ഞാൽ തന്നെ മുർത്തദായി പോകും. EMS AKGയും ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. നീ കാഫറാണോ? അങ്ങനെ പറഞ്ഞാൽ നീ കാഫറാണ്. എന്നെ കൊച്ചാപ്പക്ക് നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല.
നിൻ്റെ കൊച്ചാപ്പയ്ക്ക് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, നിങ്ങൾ കാഫറാണോ? ഇത് പറഞ്ഞത് അബ്ദുറഹ്മാൻ കല്ലായിയാണ്. അപ്പോൾ പിന്നെ കെ എം ഷാജി പറഞ്ഞതിന് എന്താണ് ആധാരം? കെ എം ഷാജി പറയുന്നത് പരിപൂർണമായിട്ടും കള്ളമാണെന്ന് വീഡിയോ സഹിതമാണ് ഇവിടെ KT ജലീൽ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഷാജി തരാതരമായിട്ട് കള്ളം പറയാറുണ്ട്. വേറെ ഒരുപാട് കാര്യങ്ങളത് ഷാജിക്ക് ഇപ്പോൾ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാത്യു കുഴൽനാടനെ അങ്ങ് പൊക്കി മേളിൽ കയറ്റി അവസാനം കോടതി വന്നപ്പോഴത്തേക്കും അതിന് താഴെ ഇറങ്ങി. അതുപോലെ ഒരുപാട് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ജലീലിൻ്റെ വകയായിട്ട് ഒരെണ്ണം കൂടി കിട്ടിയിട്ടുള്ളത്. തരാതരമായിട്ട് കെ എം ഷാജി പറഞ്ഞ ഒരു പച്ചക്കള്ളം നല്ല അതിവിദഗ്ധമായിട്ട് വ്യക്തമായിട്ട് ഡേറ്റ ഉപയോഗിച്ച് വീഡിയോ ഉപയോഗിച്ച് പൊളിച്ചടുക്കിയിരിക്കുകയാണ് KT ജലീൽ MLA.